അമേരിക്കയിൽ ചെന്നിറങ്ങി ഞാൻ അന്തം വിട്ടുപോയടാ. എന്തുവാ അത്രയ്ക്ക് വലിയ എയർപോർട്ടാ? പോലീസും പട്ടാളവും എല്ലാം കൂടെ അങ്ങ് വളഞ്ഞു നിൽക്കുന്നു. ഓ, വല്ല VIP വന്നായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചത്. പിന്നെ എന്തിനാ പോലീസും പട്ടാളമൊക്കെ? എടാ, എന്നെ VIP ആയിട്ട് വൈറ്റ് ഹൗസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രംപ് അയച്ച പോലീസും പട്ടാളവും. ഓ, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അയച്ചതാ? പിന്നല്ലാതെ തന്നെ. എന്നിട്ട് നേരെ വീട്ടിൽ പോയാ? നേരെ വൈറ്റ് ഹൗസിൽ ചെന്നങ്ങനെ മുറിയിൽ അങ്ങ് ഇടിച്ചു കയറി. ഓ, നിങ്ങൾക്ക് അത്രയ്ക്ക് ബന്ധമല്ലേ? പിന്നെ ഞങ്ങൾ മച്ചമ്പി ബന്ധമല്ലേടാ. എന്നിട്ട് തിരിതോമ മച്ചു, കമലു, നീ ഒരു കാര്യത്തിൽ ഇടപെടണം. നിങ്ങളെ കമലു എന്നാ വിളിക്കണേ? എന്നെ കമലു എന്ന് വിളിക്കും, ഞാൻ ട്രംപു എന്നും വിളിക്കും. ആണോ? പിന്നെ എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്ക് എന്തൊരു പറ്റി? എൻ്റെ പൊന്നു മച്ചു, എന്നെ കേരളത്തിലുള്ള ഒരുത്തൻ വിരട്ടി. അതാരോ അമ്മ? കേരളത്തിലൊരാള്? ഒരു ബാബി എന്നാണ് പറഞ്ഞത്. പോയെന്നാ അങ്ങോട്ട്? കൊച്ചു പിള്ളേരൊന്നും വിരട്ടയൊന്നുമില്ല അങ്ങേരൊന്നും. എടേ, ബാബി എന്ന് പറഞ്ഞ കൊച്ചു പിള്ള അല്ല. പിന്നെ ഇത് 10-70 വയസ്സായ നരച്ച താടിയുള്ള ഒരു ബാബി വിരട്ടിയെന്ന്. അതാരോ അമ്മ 10-70 വയസ്സായ നരച്ച ബാബി? ഇവിടുത്തെ ഒരു ബാബി ഉണ്ട്. അതാര്? പുള്ളി പറഞ്ഞെന്ന് അമേരിക്കയിലെ പ്രസിഡന്റ് മാത്രമല്ല, ട്രംപ് ലോക പ്രസിഡന്റായിട്ട് ചമയാണ്, ഞങ്ങൾ ഇതിനൊരു പണി കൊടുക്കുമെന്ന്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞാണ് പുള്ളിക്ക് വിറയലും പനിയൊക്കെ വന്നത്. പാവം മാമ, അങ്ങനെ കാര്യം വല്ലാത്തൊരു കഷ്ടമായി പോയില്ല അമ്മ. പ്രധാനമന്ത്രി ഇനി കേരളത്തിൽ വരണമെങ്കിലും ഞങ്ങളെ അനുവാദം വേണമെന്ന്. എന്തിരുന്നു അമ്മ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി കേരളത്തിൽ വരണമെങ്കിലും ബാബിയുടെ അനുവാദം വേണമെന്ന്. അങ്ങനെ പറഞ്ഞോ അമ്മ? എടാ ചെറുക്ക, ബാബി ഒരു തടവ് സ്വന്ന 100 തടവ് സ്വന്ന മാതിരി തന്നെ. വാ